അങ്ങാടിക്കടവ് റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണത്തിലെ അപാകതകളും മെല്ലെപ്പോക്കും ചൂണ്ടിക്കാട്ടി ജനകീയ സമരം നടന്നു. വാഹന സഞ്ചാരം നിരോധിച്ചതോടെ കടുത്ത യാത്രാ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ഒക്ടോബറിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. 10 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആകുന്നതിലാണ് ജനകീയ രോഷം ഉയരുന്നത്. വാഹന സഞ്ചാരം നിരോധിച്ചതോടെ യാത്രാ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനപ്രതിനിധികളെയും നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് നടന്ന ജനകീയ സമരം MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. MLA റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ്, കൗൺസിലർമാരായ റെജി മാത്യു, ജെസ്മി ജിജോ, പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ, ഫാദർ തോമസ് ഓലിക്കൽ, ജോസ് മാടൻ തുടങ്ങിയവരും സംബന്ധിച്ചു. അടുത്ത ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ സന്ദർശിച്ച് സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുമെന്ന് MPയും MLAയും വ്യക്തമാക്കി. ഇത് നേരത്തെ റെയിൽവേ ഗേറ്റ് ആയിരുന്നു. ആ ഗേറ്റ് അതിനൊരു ഇതുണ്ട്. ഇപ്പം വണ്ടി കടന്നു പോയാൽ നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു. അപ്പം ട്രെയിനിന്റെ സമയമനുസരിച്ച് യാത്ര ക്രമീകരിച്ചാൽ നമുക്കൊരു പക്ഷേ തടസ്സങ്ങളില്ലാതെ പോകാൻ പറ്റും. പക്ഷെ അത് ഒഴിവാക്കി നമുക്കറിയാം വളരെയേറെ പ്രയത്നഫലമായിട്ടാണ് ഈ അണ്ടർ പാസേജ് പണിതത്. ഈ അണ്ടർ പാസേജ് പണിത് കഴിഞ്ഞപ്പോൾ ഉർവശി നമുക്കറിയാം ഇപ്പൊ വെളുക്കാൻ തച്ചത് പാണ്ട എന്ന് പറയുന്നത് പോലെ യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് പെരുമാറിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇടപെട്ടു. ഞാൻ പലവട്ടം റെയിൽവേ ഡിവിഷൻ മാനേജറുമായും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രിക്ക് ഒരു കത്തയച്ചു, ഒരു മെയിൽ അയച്ചു, റെയിൽവേ ഡിവിഷൻ മാനേജറുമായിട്ട് സംസാരിച്ചു. ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു. ഈ പണി പൂർത്തീകരിച്ചിട്ടില്ല. പൂർത്തീകരിക്കുമ്പോൾ ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമാകണം. അങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനകരമാകണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ റീറ്റൈനിങ് വാള് വേണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇങ്ങോട്ട് ഈ ഒരു കെട്ടിറക്കം പോലെയാണ് ഇപ്പോഴും കിടക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ചു കൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വെള്ളം കുത്തിയൊലിച്ചു പോകാൻ സാധ്യതയുണ്ടാകുമ്പോൾ ആ വെള്ളം ഈ അണ്ടർ പാസേജിൽ തങ്ങി നിൽക്കാതെ ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള ഡ്രെയിനേജ് ഉണ്ടാകണം. അതുമാത്രമല്ല, ഈ വെള്ളം ഇവിടെ നിന്ന് സ്റ്റോപ്പായി കിടക്കുന്ന സ്ഥലത്ത് പോയാൽ അത് ടാറിട്ടാൽ സ്വാഭാവികമായും അത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മുടെ ആവശ്യം അത് ടൈലിടണമെന്നാണ്. ടൈലിട്ട് കോൺക്രീറ്റ് ഇടുന്നു. അതാണ് നമ്മൾ ആവശ്യം ഉന്നയിച്ചത്. ഇതെല്ലാം ഈ ആവശ്യത്തിന്റെ അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് നിൽക്കുന്ന ആർക്കും, ഇത് കാണാൻ വരുന്ന ആർക്കും ഇത് പെട്ടെന്ന് ബോധ്യമാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അങ്കമാലി.